ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബഹിരാകാശ ഏജൻസി ഏതാണ് എന്നൊരു ചോദ്യം മുൻപോട്ട് വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും തന്നെ നൽകുന്ന ഉത്തരം അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ എന്നായിരിക്കും. എന്നാൽ അമേരിക്കയിൽ നാസ മാത്രമായിരുന്നില്ല ബഹിരാകാശത്ത് ഒളിഞ്ഞുകിടന്ന നിഗൂഢതകളെ തേടിയുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷന് കീഴിൽ അമേരിക്കയിലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾക്കും ഇതേ സമയം വലിയ രീതിയിലുള്ള ഫണ്ടിങ് ലഭിക്കുകയും സമയം തരക്കേടില്ലാത്ത പഠനങ്ങൾ അവരും നടത്തിപ്പോന്നിരുന്നു. 1996 മാത്രമായിരുന്നു നാസയുടെ കീഴിൽ ആസ്ട്രോബയോളജി പ്രോഗ്രാം സ്ഥാപിതമാകുന്നത്. എന്നാൽ അതിനും അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, കൃത്യമായി പറയുകയാണെങ്കിൽ 1970കളുടെ ആരംഭത്തിൽ തന്നെ അതിബുദ്ധിമാന്മാരായ അനുഗ്രഹ ജീവികൾ ഉണ്ടാകും എന്ന അനുമാനത്തെ പിന്തുടർന്ന് അവിടെ ഇവിടെയായി സെർച്ച് ഫോർ എക്സ്ട്രാടെറിഷ്യൽ ഇന്റലിജൻസ് അഥവാ സെതി പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. അങ്ങനെ 1973 ആകുന്നതോടുകൂടി ഒഹായോ യൂണിവേഴ്സിറ്റി അവരുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 2 ഫുട്ബോൾ മൈതാനത്തെക്കാളും വലുപ്പം വരുന്ന ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പിനെ അതിബുദ്ധിമാന്മാരായ ഈ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന സെതി പ്രോഗ്രാമിനായി മാറ്റിവെക്കുന്നു. അങ്ങനെ 1970കളുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ തന്നെ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് റേഡിയോ ടെലിസ്കോപ്പായിരുന്നു ബിഗ് ഇയർ. ഇതിൻ്റെ പ്രധാന ദൗത്യം ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് നിരന്തരമായി ബഹിരാകാശത്തു നിന്നും വരുന്ന സിഗ്നലുകളെ സ്കാൻ ചെയ്യുക എന്നതായിരുന്നു. ആദ്യം തന്നെ ബഹിരാകാശത്തു നിന്നും വരുന്ന റേഡിയോ സിഗ്നലുകളെ ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു അലുമിനിയം ഷീറ്റ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയും അതിനുശേഷം കർവ്ഡ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ടറിലേക്ക് ബൗൺസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ കർവ്ഡ് പരാബോളിക് റിഫ്ലക്ടറിൽ എത്തുന്ന സിഗ്നലുകളെ ഫോക്കസ് ചെയ്യുകയും ശേഷം റിസീവറിലേക്ക് എത്തിക്കുകയുമാണ്. അങ്ങനെ ഒരിക്കൽ റിസീവറിൽ എത്തുന്ന സിഗ്നലുകളെ സിഗ്നൽ പ്രോസസ്സിംഗ് നടത്തുകയും ശേഷം ഒരു ലൈൻ പ്രിൻ്ററിൻ്റെ കൂടി സഹായത്തോടുകൂടി പ്രിൻ്റ് ചെയ്യുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫിസിസ്റ്റായിരുന്ന ഫിലിപ്പ് മോറിസണും ഗിസിപ്പോ കൊക്കോണിയും ഒരാശയം മുന്നോട്ട് വെക്കുകയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് വളരെ തന്ത്രശാലിയും അതിബുദ്ധിമാന്മാരുമായ ഏതെങ്കിലും ഇൻ്റലിജൻസ് സ്പീഷീസ് രൂപം കൊള്ളുകയാണെങ്കിൽ അവ നമ്മളെ കോണ്ടാക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുക 21 സെൻറ്റിമീറ്റർ വേവ് ലെന്ത് വരുന്ന 1420 മെഗാഹെർട്സ് അഥവാ ഹൈഡ്രജൻ ലൈൻ ആയിരിക്കാനുള്ള സാധ്യതകളായിരിക്കും കൂടുതൽ എന്ന രീതിയിൽ. കാരണം പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഉണ്ടാകുവാൻ സാധ്യതയുള്ള എലമെൻറ്റുകളിൽ ഒന്നാണ് ഹൈഡ്രജൻ. അങ്ങനെയുള്ള ഹൈഡ്രജന് സ്പിൻഫിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ പുറത്തു വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഈ 1420 മെഗാഹെർട്സ് അഥവാ 21 സെൻറ്റിമീറ്റർ ലൈൻ എന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു സ്പീഷീസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇതേ 1420 മെഗാഹെർട്സ് ഫ്രീക്വൻസി വരുന്ന ഇതേ ലൈൻ തന്നെയായിരിക്കുമെന്ന് അവർ മുൻപോട്ട് വെക്കുകയുണ്ടായി. മാത്രവുമല്ല, വേവ് ലെന്ത് കൂടുതലായതിനാൽ തന്നെ സിഗ്നലിന് ലോസ് വരാതെ ഇവയ്ക്ക് സ്പേസിൽ കൂടെ അനേകം ദൂരം സഞ്ചരിക്കുവാനും സാധിക്കും. സാധാരണ ഒരു അവസ്ഥയിൽ 1420 മെഗാഹെർട്സ് ഫ്രീക്വൻസി നമ്മൾ അധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നും വരുന്ന സിഗ്നലുകളാണെങ്കിൽ ഇവയ്ക്ക് ഇൻ്റർഫറൻസ് ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അങ്ങനെ ആയതിനാൽ തന്നെ ഒഹായോ യൂണിവേഴ്സിറ്റി കീഴിലുണ്ടായിരുന്ന ബിഗ് ഇയർ ടെലിസ്കോപ്പിനെയും അന്ന് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നത് 1420 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലേക്കായിരുന്നു. നമ്മൾ ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം അനേകം പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് ഇന്നത്തെ പോലെ ഡേറ്റ ഡിജിറ്റലായിട്ട് സൂക്ഷിച്ചു വെക്കുവാനുള്ള മാർഗങ്ങളില്ലാതിരുന്നതിനാൽ തന്നെ ബിഗ് ഇയർ ടെലിസ്കോപ്പിലേക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ഒരു ലൈൻ പ്രിൻ്ററിൻ്റെ കൂടി സഹായത്തോടുകൂടി പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു അന്നത്തെ പതിവ്. അങ്ങനെ വർഷം 1977 ഓഗസ്റ്റ് 16 പുലർച്ചെ ടെലിസ്കോപ്പിൽ റെക്കോർഡ് ചെയ്ത പ്രിൻ്റ് ഔട്ടുകൾ പരിശോധിക്കുകയായിരുന്ന ആസ്ട്രോണമറായ ജെറി ആർ എഹ്മാൻ വളരെ വിചിത്രമായ ഒരു ഡേറ്റ കാണുവാനിടയായി. അതാണ് ശാസ്ത്രലോകത്തെ ഇന്നും കുഴപ്പിക്കുന്ന 6EQ-UJ5 അഥവാ വോ സിഗ്നൽ. ബിഗ് ഇയർ ടെലിസ്കോപ്പിൽ വന്ന് പതിക്കുന്ന വിവരങ്ങളെ അത് റെക്കോർഡ് ചെയ്യുന്നത് നമ്പറുകളുടെയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെയും സഹായത്തോടു കൂടിയായിരുന്നു. 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ടെലിസ്കോപ്പിൽ വന്ന് പതിക്കുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്തിനെയാണ്. 0 എന്നാൽ വളരെ വീക്കായിട്ടുള്ള സിഗ്നൽ എന്നാണ് അർത്ഥം. 9 എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ എന്നും അർത്ഥം. പക്ഷേ ഇതിലും പവർഫുൾ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടിയ സിഗ്നലുകളാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് അവയെ റെക്കോർഡ് ചെയ്യുക 10 എന്നായിരിക്കില്ല. എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്ററുകളായിരിക്കും
എ എന്നാൽ 9-നേക്കാളും പവർഫുള്ളും ഇസഡ് എന്നാൽ ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ സിഗ്നലും എന്നർത്ഥം. അന്ന് ബിഗ് ഇയർ ടെലിസ്കോപ്പിൽ ലഭിച്ച സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി ഇതായിരുന്നു 6EQ-UJ5. അതായത് 6 എന്ന അത്യാവശ്യം ഇൻറ്റൻസിറ്റിയിൽ നിന്നും ആരംഭിച്ച് ഇയും ക്യൂവും പോലെ പവർഫുൾ ആയിട്ടുള്ള സിഗ്നൽ പവറും കടന്ന് വളരെ പവർഫുൾ എന്ന് ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്ന യുവിലെത്തുകയും പിന്നെ പതിയെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ജെയിലേക്കും 5ലേക്കും എത്തിച്ചേരുക. അതായത് ഈ ഒരു സിഗ്നൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു സിഗ്നൽ വളരെ റാപ്പിഡായിട്ട് സിഗ്നലിലൊരു റൈസ് ഉണ്ടാവുകയും അതിനുശേഷം വളരെ ഷാർപ്പായിട്ടൊരു ഡിക്ലൈൻ സംഭവിക്കുന്നതുമായിട്ട്. അന്നുവരെ നമുക്ക് ലഭിച്ചിരുന്ന പാറ്റേണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ലഭിച്ച ഈ പാറ്റേണിനെ ജെറി എന്ന് സൈഡിൽ വാവ് എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇതിന് വാവ് സിഗ്നൽ എന്ന പേര് ലഭിക്കുന്നത്. അങ്ങനെ ഏകദേശം 72 സെക്കൻഡുകൾ നീണ്ടു നിന്ന ഈ സിഗ്നൽ യാതൊരു തരത്തിലുമുള്ള പൾസോ മോഡുലേഷനോ ഒന്നുമില്ലാത്ത വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു സിഗ്നലായിരുന്നു. ഏതോ ഒരു അന്യഗ്രഹത്തിൽ നിന്നും അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ച ബീക്കണിൽ നിന്നും പുറപ്പെട്ട ഒരു ടെക്നോ സിഗ്നേച്ചർ എന്ന പോലെ. സാധാരണ വിവിധ തരത്തിലുള്ള സിഗ്നലുകൾ പൾസേഴ്സിൽ നിന്നും കോസസിൽ നിന്നൊക്കെ നമുക്കിവിടെ എത്തിച്ചേരാറുണ്ടെങ്കിലും അവയൊന്നും തന്നെ സ്റ്റഡി ആയിട്ടുള്ള സിഗ്നലുകൾ ആയിരിക്കുകയില്ല. അങ്ങനെ ഇതിനെ തുടർന്ന് വളരെ വിശദമായ പഠനങ്ങൾ നടക്കുകയുണ്ടായി. ഒന്നാമതായി ഏത് ഡയറക്ഷനിൽ നിന്നുമാണ് ഈ സിഗ്നലുകൾ വന്നത് എന്നായിരുന്നു. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലാകുകയുണ്ടായി. ഈ സിഗ്നൽ ലഭിച്ച സമയം ബിഗ് ഇയർ ടെലിസ്കോപ്പ് സജിറ്റാറിയസ് നക്ഷത്ര ഗണങ്ങൾക്ക് നേരെയായിരുന്നു എന്നത്. രണ്ടാമതായി ഏതെങ്കിലും മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിന്നും ആയിരിക്കുമോ ഈ സിഗ്നൽ വന്നെത്തിയത് എന്നായിരുന്നു. ആ സമയം ടെലിസ്കോപ്പിന് മുകളിലായി യാതൊരു സാറ്റലൈറ്റുകളും ഇല്ലായിരുന്നു. മാത്രവുമല്ല 1420 മെഗാഹെർട്സ് ആസ്ട്രോണമിയിൽ മാത്രം ഉപയോഗിക്കുവാനായി അന്ന് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരുന്നു. ആയതിനാൽ തന്നെ അതിനുള്ള സാധ്യതയും ഇല്ലാതായി. അങ്ങനെ ഇതിനെ തുടർന്ന് ഒഹായോ സ്റ്റേറ്റ് ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായിരുന്ന ജോൺ ക്രാഡസ് കാൾ സാഗന് നമ്മൾ ഒരു പക്ഷേ അതിബുദ്ധിമാന്മാരായ ഒരു ഇൻ്റലിജൻറ്റ് സ്പീഷീസിനെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന പേരിൽ ഒരു സന്ദേശവും അയക്കുകയുണ്ടായി. അങ്ങനെ പിന്നീടുള്ള നാളുകളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങളും തിരച്ചിലുകളും നടത്തിയെങ്കിലും പക്ഷെ പിന്നീട് ഒരിക്കൽ കൂടെ ഈ സിഗ്നലുകളെ കണ്ടെത്തുവാനായി നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പക്ഷേ ഇത് നമ്മുടെ ഭൂമിക്ക് മുകളിൽ പോയ ഏതെങ്കിലുമൊക്കെ കൊമറ്റുകളിൽ നിന്നാകാം ഈ സന്ദേശം എത്തിയത് എന്ന പേരിൽ ചിലർ മുന്നോട്ട് വരികയുണ്ടായി. എന്നാൽ കൊമറ്റുകളിൽ നിന്നും പുറത്തു വരുന്ന ഹൈഡ്രജൻ എമിഷൻ വളരെ ദുർബലമാണ്. അവയൊരിക്കലും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെക്കാളും 30 മടങ്ങ് സ്ട്രോങ് ആയിരിക്കുകയില്ല. ആയതിനാൽ തന്നെ ആ പോസിബിലിറ്റിയും പിന്നെ എടുത്ത് മാറ്റുകയുണ്ടായി. ഈ കഴിഞ്ഞ വർഷം അതായത് 2024 പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് സീരീസായ 3 ബോഡി പ്രോബ്ലത്തിലും ഇതിൻ്റെ അതായത് ഓ സിഗ്നലിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കാണുവാനായി നമുക്ക് സാധിക്കും. ഇന്നും ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന ഒരു മിസ്റ്ററികളിലൊന്നാണ് വാവ് സിഗ്നൽ. നമുക്ക് എന്താണ് വാവ് സിഗ്നൽ എന്ന് ഇന്നും പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അതൊരു അന്യഗ്രഹ ജീവികൾ നമുക്കയച്ച സിഗ്നലുകൾ ആകാനും ആകാതിരിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ശാസ്ത്രപരമായി നമുക്കിന്ന് വരെ ലഭിച്ചിട്ടുള്ള അറിവുകൾ പ്രകാരം നാച്ചുറലി ഇങ്ങനെ ഈ രൂപത്തിലൊരു സിഗ്നൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആയതിനാൽ തന്നെ ഒരു പക്ഷേ മറ്റേതെങ്കിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ജീവജാലങ്ങൾ അവ നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ബീക്കണിൽ നിന്ന് വരുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം.